തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഡീൽ ആരോപണം ശക്തമായിട്ടുണ്ട്. ബിജെപിയും സിപിഎമ്മും തമ്മിൽ വോട്ട് കച്ചവടത്തിന് ധാരണയുണ്ടെന്ന് കെ മുരളീധരൻ ആരോപിച്ചു. എന്നാൽ കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് ഡീൽ എന്നാണ് വി കെ പ്രശാന്തിന്റെ മറുപടി. ഈ ആരോപണങ്ങളെല്ലാം പരാജയഭീതി മൂലമാണെന്ന് ആർ ശ്രീലേഖയും പ്രതികരിച്ചു. വികസനം വേഴ്സസ് മാറ്റം എന്ന രീതിയിലാണ് അവിടെ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. മണ്ഡലത്തിൽ നടന്ന 1000 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് വി കെ പ്രശാന്ത് ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകുന്നുവെന്നും മാറ്റം അനിവാര്യമാണെന്നുമാണ് UDF വാദിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് അസംബ്ലി സെഗ്മെന്റിൽ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഒന്നാമതെത്തിയിരുന്നു. ഇത് BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൂടുതൽ വാർഡുകൾ BJP ഭരണത്തിന് കീഴിലായതും ഇത്തവണത്തെ മത്സരം പ്രവചനാതീതമാക്കുന്നുണ്ട്. വി കെ പ്രശാന്തിന്റെ ഭരണ തുടർച്ചാ മോഹങ്ങളും കെ മുരളീധരന്റെ തിരിച്ചുവരവും ആർ ശ്രീലേഖയുടെ കന്നി രാഷ്ട്രീയ പോരാട്ടവും വട്ടിയൂർക്കാവിനെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഹോട്ട് സീറ്റാക്കി മാറ്റിയിരിക്കുന്നു. വികസനം, രാഷ്ട്രീയം, മാറ്റം എന്നീ 3 ധ്രുവങ്ങളിലാണ് വട്ടിയൂർക്കാവിലെ പ്രചരണം കറങ്ങുന്നത്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. ഫലപ്രഖ്യാപനം മെയ് 4-നും നടക്കും. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ സ്റ്റാർ പ്ലസ് മെഡിക്കൽസ്.